എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC കഴിഞ്ഞ ശനിയാഴ്ച 20/12/2025 നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 172/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ രീതി തിരഞ്ഞെടുക്കുക. പാരീസിലെ ബാസ്റ്റൈൽ കോട്ടയുടെ പതനം, ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ശരിയായ കാലഗണനാ രീതി ഓപ്ഷൻ എ 2, 1, 3. ബോസ്റ്റൺ ടീ പാർട്ടി ഡിസംബർ 16, 1773. പാരീസിലെ ബാസ്റ്റൈൽ കോട്ടയുടെ പതനം ജൂലൈ 14, 1789. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഓഗസ്റ്റ് 26, 1789. ഇങ്ങനെയാണ് കാലഗണനാ രീതി. അടുത്ത ചോദ്യം: ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധം. പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ഗോദാവരി. ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഒന്നാമത്തേതും രണ്ടാമത്തേതും. ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷർം അൽ ഷെയ്ഖിൽ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് അൽ സിസിയും ആണ് അധ്യക്ഷത വഹിച്ചത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് ശരിയായ ജോഡികൾ. ഹിതകാരിണി സമാജം, വീരശലിംഗം. സ്വാഭിമാന പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്കർ. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ഓപ്ഷൻ ഡി രണ്ടാമത്തേത് മാത്രം. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു എന്ന പ്രസ്താവനയാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ശരിയായത്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ബോംബെയിൽ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത്. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി. ഓപ്ഷൻ എ വാവുവേലി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ എ ആനമുടി. ഖാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? ഓപ്ഷൻ ബി എക്കൽ മണ്ണ്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ ഹൈഗ്രോമീറ്റർ. പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചെരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി താഴ്വരക്കാറ്റ്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ. കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 1, 3 ശരി. കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിൻ്റെ പ്രധാന കാരണമായി. വാണിജ്യവൽക്കരണം കർഷകരെ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് മാറാൻ നിർബന്ധിതരാക്കുകയാണ് ചെയ്തത്. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ഓപ്ഷൻ ബി 1970 പകുതി മുതൽ 1980 പകുതി വരെ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി 2, 3 ശരി. ഗാട്ടിൻ്റെ പിൻഗാമിയായിരുന്നു WTO. ഗാട്ട് സ്ഥാപിതമായ വർഷം 1948 ആയിരുന്നു. ലോക വ്യാപാര സംഘടന WTO ഔദ്യോഗികമായി നിലവിൽ വന്നത് 1995 ജനുവരി 1.
ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ഏതാണ്? ഓപ്ഷൻ ഡി ഇതെല്ലാം. ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു. പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതികവിദ്യയുടെ നവീകരണത്തിലൂടെ പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും. യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ എ. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന പ്രസ്താവനയാണ് യോജിക്കാത്തത്. നീതി ആയോഗ് ഒരു വിദഗ്ധോപദേശ സമിതിയാണ്. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം 2023 പ്രമേയം ഓപ്ഷൻ ബി. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ്? ഓപ്ഷൻ ബി 2002. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും, അനുച്ഛേദം 44 സിവിൽ നിയമസംഹിത, അനുച്ഛേദം 63 ഭാരതത്തിനൊരു ഉപരാഷ്ട്രപതി, അനുച്ഛേദം 79 പാർലമെന്റ് രൂപീകരണം. പ്രസ്താവനകളിൽ തെറ്റായത് ഓപ്ഷൻ എ അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും എന്ന പ്രസ്താവനയാണ് തെറ്റായത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 38 ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു സാമൂഹിക ക്രമം ഉറപ്പാക്കാൻ രാഷ്ട്രം പരിശ്രമിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത്. തുല്യനീതിയും സൗജന്യ നിയമസഹായവും വ്യവസ്ഥ ചെയ്യുന്നത് അനുച്ഛേദം 39A ആണ്. ഒരു ബിൽ പണബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഓപ്ഷൻ സി ലോക്സഭ സ്പീക്കറിലാണ്. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? ഓപ്ഷൻ സി 20 വർഷം. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ്? ഓപ്ഷൻ ബി മർബറി വേഴ്സസ് മാഡിസൺ കേസ് 1803. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6 ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗമല്ല. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. പാർലമെന്റ് എന്ന പദം ഉദ്ഭവിച്ചത് പാർലർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ്. തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി 1 4 തെറ്റായ പ്രസ്താവന. ഇന്ത്യൻ പാർലമെന്റിന്റെ ഘടനയും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം 5 79 മുതൽ 122 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ്. ഭാഗം 6 സംസ്ഥാന സർക്കാരുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പാർലമെന്റ് എന്ന വാക്ക് ഉദ്ഭവിച്ചത് ഫ്രഞ്ച് പദമായ പാർലമെന്റ് എന്ന വാക്കിൽ നിന്നാണ്. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി അനുച്ഛേദം 26. പ്രൊറോഗേഷൻ എന്നത് ഓപ്ഷൻ സി ഒരു സെഷൻ അവസാനിക്കുന്നു. താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി രാജ്കുമാർ റാവു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? ഓപ്ഷൻ ബി 1,00,000. കേരളത്തിൽ MC ജോസഫൈന് തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി? ഓപ്ഷൻ ഡി ശ്രീമതി KC റോസക്കുട്ടി. താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി സുകൃതം. പി സച്ചിദാനന്ദന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? ഓപ്ഷൻ എ മരണ സർട്ടിഫിക്കറ്റ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം? ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബൺ. താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി മലേറിയ. മലേറിയ ഒരു സാംക്രമിക രോഗമാണ്. പ്ലാസ്മോഡിയം എന്ന പരാതമാണ് ഈ രോഗത്തിന് കാരണം. അണുബാധയുള്ള പെൺ അനോഫിലിസ് കൊതുകിൻ്റെ കടിയിലൂടെയാണ് മനുഷ്യരിലേക്ക് മലേറിയ പടരുന്നത്. മനുഷ്യശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ എ
കരൾ. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ എ ജീവകം ഡി. പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകമാണ്? ഓപ്ഷൻ ബി സ്തനാർബുദം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത്? ഓപ്ഷൻ ഡി ഇവയിലെല്ലാം. സിറിഞ്ചിൻ്റെ പ്രവർത്തനം ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിൻ്റെ കസേരയിൽ. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? എല്ലാം വ്യത്യസ്ത വേഗത ഉള്ളവയാണ്. മൊബൈൽ ഫോണിൽ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നു. പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ് ഉണ്ടാകുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം 1ഉം 2ഉമാണ് ശരിയല്ലാത്തതായി നൽകിയിരിക്കുന്നത്. നമ്മുടെ റെഫറൻസുകൾ പ്രകാരം സെൽഫോൺ സിഗ്നലുകൾ കൈമാറുന്നത് മൈക്രോവേവ് ഫ്രീക്വൻസിയിലുള്ള റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ PSCയുടെ ഫൈനൽ ആൻസർ കീക്കായിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം: 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി? ഓപ്ഷൻ എ 4000 ജൂൾ. 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിലെത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരിയായത്. LMV-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഈ പ്രസ്താവനകളാണ് ശരിയായത്. CMS-03 ദൗത്യം LVM-3 റോക്കറ്റിൻ്റെ 5ാമത്തെ ഓപ്പറേഷണൽ പറക്കലായിരുന്നു. CMS-03ക്ക് ഏകദേശം 4410 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ജിയോ സിങ്ക്രണൈസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ ആശയവിനിമയ ഉപഗ്രഹം ആണിത്. അടുത്ത ചോദ്യം: താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക? ഓപ്ഷൻ സി 2 and 4. n is equal to 3, l is equal to 2, m is equal to 1, n is equal to 3, l is equal to 2, m is equal to 0. താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിന് നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത്? ഓപ്ഷൻ ബി B<C>N>O അയണീകരണ ഊർജത്തിൻ്റെ ആരോഹണക്രമം. ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ സി ജോൺ M. മാർട്ടിനസ്. താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി കേക. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേര്? ഓപ്ഷൻ എ വിഗതകുമാരൻ. മാപ്പിളപ്പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഇശൽ. ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? ഓപ്ഷൻ ബി സുനിൽ ഗാവസ്കർ. തക് ബുർനി എന്ന സമകാല നോവൽ രചിച്ചതാരാണ്? ഓപ്ഷൻ ബി വന്ദന. അടുത്തായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 51 ഓപ്ഷൻ ബി 4, 52 ഓപ്ഷൻ സി 0.00027, 53 ഓപ്ഷൻ ഡി 10, 54 ഓപ്ഷൻ എ 36, 55 ഓപ്ഷൻ ഡി 2√3, 56 ഓപ്ഷൻ സി 479, 57 ഓപ്ഷൻ ഡി ഫ്ലവർ, 58 ഓപ്ഷൻ ബി ഡ്രൈവിംഗ്, 59 ഓപ്ഷൻ സി 150 ഡിഗ്രി, 60
ഓപ്ഷൻ ഡി ഇൻഡിസ്പെൻസിബിൾ. അടുത്ത ചോദ്യം, പ്രോജക്റ്റ് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 3 ഓൺലി. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് എന്ന പ്രസ്താവനയാണ് ശരിയായത്. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത് 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 1973 ഏപ്രിൽ 1 കേരളത്തിലെ ഔദ്യോഗിക കടുവാ സങ്കേതങ്ങൾ പെരിയാറും പറമ്പിക്കുളവുമാണ്. അടുത്ത ചോദ്യം, ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? ഓപ്ഷൻ ഡി വന്യജീവി സംരക്ഷണ നിയമം. എലിഫന്റ് റിസർവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ എ 2ഉം 3ഉമാണ് ശരിയായ വസ്തുതകളായി നൽകിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള എലിഫന്റ് റിസർവ് ആനമുടിയാണ്. നിലമ്പൂർ എലിഫന്റ് റിസർവിൻ്റെ ഭൂപ്രദേശം മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ റവന്യൂ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. പക്ഷേ നമ്മുടെ റെഫറൻസുകൾ പ്രകാരം കേരളത്തിൽ 4 ഔദ്യോഗിക എലിഫന്റ് റിസർവുകളാണ് നിലവിലുള്ളത്. കണക്കുകൾ പ്രകാരം പെരിയാർ എലിഫന്റ് റിസർവാണ് ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ളത്. നിലമ്പൂർ എലിഫന്റ് റിസർവ് പ്രധാനമായും മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് എന്നീ ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. നിലമ്പൂർ എലിഫന്റ് റിസർവിൽ വയനാട് ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരത്തിനായി നമുക്ക് PSCയുടെ ഫൈനൽ ആൻസർ കീക്കായിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഓപ്ഷൻ എ നീലഗിരി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനാവരണം ഫോറസ്റ്റ് കവർ ഉള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോള താപനത്തിൻ്റെ സൂചകങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 3. സമുദ്രനിരപ്പ് ഉയരുന്നത്, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, ഐസ് ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. കരിമ്പുഴ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2ഉം 3ഉമാണ് ഉത്തരമായി നൽകിയിരിക്കുന്നത്. ചോലനായക്കന്മാർ താമസിക്കുന്ന മാഞ്ചേരി കോളനി വന്യജീവി സങ്കേത പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ന്യൂ അമരമമ്പലം സംരക്ഷിത വനത്തിൻ്റെ ഭാഗങ്ങൾ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടു വരുന്നു. ഡോണ്ട് ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്? ഓപ്ഷൻ ബി ട്രാഫിക്. IUCN വർഗീകരണം അനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണ്? ഓപ്ഷൻ എ 1 ഓൺലി മലബാർ വെരുക്. കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 2, 3. കടലുണ്ടി വള്ളിക്കുന്ന് ആണ് കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിക്കുന്നത്. കടലുണ്ടി വള്ളിക്കുന്ന് റിസർവിൻ്റെ വിസ്തീർണം 1.5 ചതുരശ്ര കിലോമീറ്ററാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ദിനാചരണങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1B, 2D, 3A, 4C. ജനുവരി 5 ദേശീയ പക്ഷിദിനം, ഏപ്രിൽ 22 ഭൗമദിനം, സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും ശരിയായി ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1B, 2D, 3A, 4C. ഇന്ത്യൻ വനനിയമം 1927, വന്യജീവി സംരക്ഷണ നിയമം 1972, കേരള വനനിയമം 1961, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? ഓപ്ഷൻ ബി കോന്നി.
ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഓപ്ഷൻ സി, അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ്. UNEPയുടെ പ്രഖ്യാപനം അനുസരിച്ച് 2024 ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചത് സൗദി അറേബ്യയാണ്. 2021 മുതൽ 2030 വരെ UNEP പരിസ്ഥിതി പുനഃസ്ഥാപന ദശാബ്ദമായി ആചരിക്കുന്നു. 1972 UN ജനറൽ അസംബ്ലി സമ്മേളനമാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. താഴെ പറയുന്നവയിൽ പ്രോജക്റ്റ് എലിഫന്റ് രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2 and 3. കാട്ടാനകളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയും ഇടനാഴികളും സംരക്ഷിക്കുക, മനുഷ്യ വന്യമൃഗ സംഘർഷം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, നാട്ടാനകളുടെ ക്ഷേമം ഉറപ്പാക്കുക. റെഡ് ഡേറ്റാ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏതുതരം ജീവികളെ സൂചിപ്പിക്കാനാണ്? ഓപ്ഷൻ എ, വംശനാശം സംഭവിച്ചവർ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി, ഡെറാഡൂൺ. ജീവനക്കാരുടെ സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചു. അതുവഴി ജീവനക്കാർക്ക് നഷ്ടം സംഭവിച്ചു. ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയുമോ? ഓപ്ഷൻ സി, അതെ. സെക്ഷൻ 43A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബോഡി കോർപ്പറേറ്റ് ബാധ്യസ്ഥമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായി ബന്ധപ്പെട്ടവ ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ 112332 സെക്ഷൻ 66C ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ, സെക്ഷൻ 66E സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ, സെക്ഷൻ 66F സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ. അടുത്തതായി ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. Either you or I dash to choose the post. Option B, am. The passive form of you need not submit the document. Option C, the document need not to be submitted. They were not ashamed dash hug each other. Option A, 2. Get ready for the descent is an example of. Option A, imperative sentence. She will dash the position of a manager tomorrow. Option D, take up. Choose the correctly spelt word. Maneuver. Option C, MANOEUVRE. If I knew her address, I dash a letter to her. Option C, could write. Synonyms of succumb. Option C, both 1 and 2. Yield, relent. I asked him, can you join the team today? Change the sentence into reporter speech. Option D, I asked him if he could join the team on that day. The idiom stands for stop avoiding the main issue and speak directly. Option C, beat around the bush. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ബി, അധിരഥൻ. ഉപക്രമം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം? ഓപ്ഷൻ ഡി, ഉപസംഹാരം. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി, പൂ പ്ലസ് അമ്പ്. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം? ഓപ്ഷൻ എ, നങ്ങ്യാർ. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം? ഓപ്ഷൻ ബി, തൂലം. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി, മിടുക്കർ. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം? ഓപ്ഷൻ സി, വഴി കാണിക്കുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം? ഓപ്ഷൻ എ,
പിപാസു. 10-15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ ബി 10-15. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ. ഓപ്ഷൻ സി ഉരുളയ്ക്കുപ്പേരി. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.